ഇക്കാലത്ത് ട്രേഡിംഗ് കൊണ്ട് ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണെന്ന് ആരും പറഞ്ഞു തരില്ല. ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടൈം ഈസ് മണി. അതെ ഗൈസ്, നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റും അതേപോലെ തന്നെ ഫോറക്സ് ട്രേഡുമാണ്. ഇത് രണ്ടുമാണ് മെയിനായിട്ട് ആളുകൾ ട്രേഡ് ചെയ്യുന്നത്. സോ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് ഫോറക്സ് ട്രേഡിനെ പറ്റിയാണ്. സോ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി നമ്മൾ വീഡിയോ ചെയ്യും. അത് സെക്കൻഡ് പാർട്ടായിട്ട് ഈ ഒരു ചാനലിൽ തന്നെ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടും. സോ അത് മിസ്സായിരിക്കും, ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. സോ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഫോറക്സ് ട്രേഡ് എന്നാണ്. സോ ഫോറക്സ് ട്രേഡ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് എന്നാണ് ഫോറക്സ് ട്രേഡിനെ പറയുന്നത്. ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് വെച്ചാൽ നിങ്ങൾ വേറെ വിചാരിക്കും പോലെ വേറെ പ്രശ്നമൊന്നുമല്ല. നമ്മൾ ഫോറിൻ കറൻസികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതാണ് ഫോറിൻ എക്സ്ചേഞ്ച്, അതായത് ഫോറക്സ് ട്രേഡായിട്ട് മാറുന്നത്. സോ ഫോറക്സ് ട്രേഡ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. സോ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ട്രേഡ് ചെയ്യുന്ന സംഭവം കൂടിയാണ് ഈ ഒരു ഫോറക്സ് ട്രേഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെയും കാലം പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ കുറേ ലിമിറ്റേഷൻസും കാര്യങ്ങളൊന്നും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അത് വേറെ ഒന്നുമല്ല, സ്റ്റോക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. എന്നാൽ ഫോറക്സ് ട്രേഡിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അത്രയ്ക്കൊന്നുമില്ല. അതായത് ഡീസെൻട്രലൈസ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു ഫോറക്സ് ട്രേഡ് എന്ന് പറയുന്നത്. സോ ഫോറക്സ് ട്രേഡിനെ പറ്റി ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എന്തായിരുന്നാലും മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഡൗട്ടോ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. നമ്മൾ ഉറപ്പായിട്ടും ഡൗട്ടോ എല്ലാം കാര്യങ്ങളും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ ഫോറക്സ് ട്രേഡ് ആരൊക്കെയാണ് കളിക്കുന്നത്, അതാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത കാര്യങ്ങളായിട്ട് സംസാരിക്കേണ്ടി പോകുന്നത്. അതിൽ ഒന്നാമതായിരിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതേപോലെ തന്നെ രണ്ടാമതിരിക്കുന്നത് ബാങ്കേഴ്സ്, അതായത് വേൾഡ് ബാങ്ക് ഉൾപ്പെടും ഈ ഒരു ഫോറക്സ് ട്രേഡിൽ. അതേപോലെ തന്നെ മൂന്നാമതായിട്ട് റീറ്റെയിൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ പോലുള്ള ആൾക്കാരാണ്. നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാർ ഇതിൽ ട്രേഡ് ചെയ്യുന്നതിനാണ്. ഇത്രയും പേരാണ്. അത് ഒന്നാമത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, രണ്ടാമത് ബാങ്കേഴ്സ്, മൂന്നാമത് റീറ്റെയിലേഴ്സ്. മൂന്ന് തരത്തിലുള്ള ആളുകളാണ് ഇത് കളിക്കുന്നത്. സോ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോറക്സ് ട്രേഡിൽ കറൻസി ആണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്, കറൻസി ട്രേഡാണ് ചെയ്യുന്നത്. സോ ഇതിൽ ഏകദേശം ഈ ഒരു ഫോറക്സ് ട്രേഡിൽ ഏകദേശം 8 കറൻസികളാണ് നമുക്ക് ട്രേഡ് ചെയ്യാനുള്ളത്. സോ 8 കറൻസികളാണ്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തോ, അല്ലെങ്കിൽ ഒരു ബുക്ക് പേന ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോ. ഓസ്ട്രേലിയയിലെ മെയിനായിട്ടുള്ള കറൻസി എന്ന് പറയുന്നത് നമ്മുടെ US ഡോളറാണ്. അതാണ് ഒന്നാമത് നിൽക്കുന്നത്. രണ്ടാമത് നമ്മുടെ യൂറോ, അതേപോലെ തന്നെ മൂന്നാമത് ജപ്പാനിലെ യാൻ, അതേപോലെ തന്നെ ബ്രിട്ടൻ പൗണ്ട്, അതേപോലെ തന്നെ ഓസ്ട്രേലിയൻ പൗണ്ട്, അതേപോലെ തന്നെ ന്യൂസിലാൻഡിലുള്ളത്, അതേപോലെ തന്നെ കനേഡിയൻ ഡോളർ, അത് ലാസ്റ്റായിട്ട് വരുന്നതാണ് CHF. സോ ഇത്രയും തരത്തിലുള്ള കറൻസികളാണ് ഫോറക്സ് ട്രേഡിൽ മെയിനായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാനുള്ളത്. സോ ഇതിൽ 3 പാർട്സായിട്ട് അല്ലെങ്കിൽ 3 രീതിയിൽ ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. സോ ഈ ഒരു കറൻസികളെല്ലാം 3 രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കറൻസിയാണ് മേജർ കറൻസി എന്ന് വേണമെങ്കിൽ പറയാം. സോ രണ്ടാമതുള്ളത് മൈനർ കറൻസി, മൂന്നാമതുള്ളത് എക്സോട്ടിക് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ഈ ഒരു കറൻസി അവർ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഇതിൽ മേജർ എന്ന് പറയുന്നത് നമ്മൾ മേജറായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ടോപ്പായിട്ട് നിന്ന് നമ്മൾ ട്രേഡ് ചെയ്യുന്നതിനാണ് മേജർ കറൻസി എന്ന് പറയുന്നത്. മൈനർ അതിൻ്റെ തൊട്ട് താഴെയുള്ളത്, എക്സോട്ടിക്കും അതിൻ്റെ തൊട്ട് താഴെയുള്ളതാണ്. സോ ഇതിൽ ഏതൊക്കെ കറൻസികളാണ് ഏറ്റവും മെയിനായിട്ട് അല്ലെങ്കിൽ മേജറായിട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ US ഡോളറും അതേപോലെ തന്നെ യൂറോയാണ് ഇതിൽ മെയിനായിട്ടും മേജറായിട്ട് നിൽക്കുന്നത്. സോ അതേപോലെ തന്നെ ജപ്പാനിലെ യാനും അതേപോലെ തന്നെ ബ്രിട്ടൻ പൗണ്ടും എല്ലാം മൈനറിലുമാണ് ഉള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വീണ്ടും പറയുന്നത് പോലെ വിശ്വസിക്കുന്നത്. സോ നിങ്ങൾക്ക് എന്തോ ഞാൻ വീണ്ടും എടുത്ത് പറയാണ്, എന്തോ ഡൗട്ടോ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചാൽ നമ്മൾ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ ഇത്രയും കാര്യങ്ങളും എൻ്റെ ഒരു നിഗമനത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ നമ്മൾ അടുത്ത ഘട്ടത്തിലോട്ട് പോവുകയാണ്. സോ ഈ ഒരു ഫോറക്സ് ട്രേഡിൽ നിങ്ങൾക്ക് കുറച്ച് ടെർമിനൽസ് വേണം. അത് ടെർമിനൽസ് നിങ്ങൾ പഠിക്കേണ്ടത്. ടെർമിനൽസ് ഒന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ട്രേഡിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട വാക്കുകളാണ് ഈ ടെർമിനൽസ് എന്ന് പറയുന്നത്. സോ അതിൽ നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ ഇടയ്ക്കിടെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സോ ഞാൻ പറഞ്ഞുതരാം. ഫോറക്സ് ട്രേഡിലെ മെയിനായിട്ടുള്ള 2 വാക്കുകളാണ്. ഒന്ന് ബേസ് കറൻസി, രണ്ടാമത് കോഡ് കറൻസി എന്നുള്ളത്. സോ ഇത് രണ്ടും കേട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബേസ് കറൻസി എന്ന് പറയുന്നത് നമ്മൾ ഏതാണോ മൂല്യമുള്ളത് അതിനെയാണ് ബേസ് കറൻസി എന്നും, ഏതാണ് മൂല്യം കുറഞ്ഞു നിൽക്കുന്നത് അതിനെയാണ് കോഡ് കറൻസി എന്നും പറയുന്നത്. സോ ഇത്ര നിങ്ങൾ മനസ്സിലായി. ഇപ്പോൾ ബേസ് കറൻസി ആയിട്ട് യൂറോ വാങ്ങിച്ചു, അതേപോലെ തന്നെ കോഡ് കറൻസി ആയിട്ട് നമ്മൾ US ഡോളർ വാങ്ങിച്ചു. സോ മനസ്സിലായിട്ട് ഇത്രയേ ഉള്ളൂ ഈ 2 കാര്യങ്ങളെന്ന് പറയുന്നത്. സോ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ട്രേഡ് എടുക്കാനുള്ളത് 2 രീതിയിലാണ്. ബൈയിങ് കറൻസിയും സെയിലിംഗ് കറൻസിയും വഴി നിങ്ങൾ 2 രീതിയിൽ ട്രേഡ് എടുക്കാം. അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളൊരു കറൻസി ബൈ ചെയ്തിട്ട് അത് ഇൻക്രീസിലോട്ടാണ് പോകുന്നത്, അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ
പ്രോഫിറ്റ് കിട്ടുക. ഇപ്പം നിങ്ങളിപ്പോൾ ട്രേഡിൽ ബൈ കൊടുത്ത് ഒരു USD വാങ്ങിച്ചാൽ അല്ലെങ്കിൽ $US വാങ്ങിച്ചിട്ട് അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ആകുമ്പോഴേ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നിങ്ങളിപ്പം ഈ ഒരു ഇപ്പോൾ ബേസ് കറൻസി ആയിട്ട് നിങ്ങൾ യൂറോ വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ യൂറോ മാറ്റിക്കോ, നിങ്ങളിപ്പോൾ ഡോളർ വാങ്ങിച്ചിട്ട് $US വാങ്ങിച്ചിട്ട് അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ആയാൽ ബൈ ട്രേഡിൽ നിങ്ങൾ അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ആയാൽ അതിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടി എന്നതാണ് അതിൻ്റെ അർത്ഥം. സോ എന്നാൽ നിങ്ങൾ ട്രേഡ് സെല്ലെടുത്തിട്ട് ആ ഒരു സെല്ല് ഡിഗ്രീസ് ആയാലാണ്, ആ ഒരു സെല്ലിൻ്റെ ട്രേഡ് ഡിഗ്രീസ് ആയാലാണ് അതിന് പ്രോഫിറ്റ് കിട്ടുന്നത്. സോ ഞാൻ ഇപ്പോൾ ഇതിൽ യൂറോ എടുത്തിട്ട് സെൽ ട്രേഡാണ് കൊടുത്തത്. സെൽ ട്രേഡിൽ എനിക്ക് അതിൽ നിന്ന് ഡിഗ്രീസിലോട്ടാണ് വന്നത്. സെൽ ട്രേഡ് ഡിഗ്രീസിലോട്ട് വന്നെങ്കിൽ എനിക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടി. സോ സെൽ ട്രേഡിൽ നിന്ന് എനിക്ക് ഇൻക്രീസാണ്, സെൽ ട്രേഡിൻ്റെ വാല്യൂ ഇൻക്രീസിലോട്ടാണ് പോയി, എനിക്ക് അതിൽ നിന്ന് ലോസാണ് സംഭവിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ ഈ ഒരു ഫോറക്സ് ട്രേഡിൽ ബൈയിങ്ങും അതുപോലെ തന്നെ സെല്ലിങ്ങിനെയും പറ്റി പറയുകയാണെങ്കിൽ. സോ അതുപോലെ തന്നെയാണ് ഇതിൽ മെയിനായിട്ടുള്ള കുറച്ച് വാക്കുകളുണ്ട്. സോ ഇതിലുള്ള രണ്ട് വേറെ ഉള്ള വാക്കുകളാണ് ബിഡ് പ്രൈസും അതേപോലെ തന്നെ സെൽ പ്രൈസും. സോ ഇത് നമ്മൾ കേട്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബിഡ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കറൻസി നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ അങ്ങോട്ട് ചോദിക്കുക, അത് ആസ്കിങ് പ്രൈസിനെയാണ് നമ്മൾ ബിഡ് പ്രൈസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സെൽ പ്രൈസിന് നമ്മൾ പറയുന്നത് ബൈയിങ് പ്രൈസ് എന്നാണ്. അതായത് നമ്മളൊരു കറൻസി സെല് ചെയ്യാൻ പോകുമ്പോൾ അങ്ങോട്ട് ഇത്രയാണോ നമ്മൾ ചോദിക്കില്ലേ, അതാണ് ഈ ഒരു സെൽ പ്രൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സെൽ പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ ബൈയിങ് പ്രൈസിനെയാണ് സെൽ പ്രൈസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് ഇതിലുള്ള ഒരു സംഭവമാണ് ഈ ബ്രോക്കർ ചാർജ് എന്നും പറഞ്ഞൊരു സംഭവം ഇതിലുണ്ട്. സോ അത് നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങളിപ്പോൾ 10 രൂപയ്ക്ക് ട്രേഡ് എടുത്തു. 10 രൂപയ്ക്ക് ട്രേഡ് എടുത്തിട്ട് അത് 12ലോട്ടായി. 12ലോട്ടായാൽ ആ ഒരു 12-ലെ 2 ഈ ഒരു ബ്രോക്കർ ചാർജായിട്ട് അങ്ങ് പോകും. ബ്രോക്കർ ചാർജ് നിങ്ങളുടെ നിന്ന് ഒരിക്കൽ ഒരു പ്രാവശ്യം വാങ്ങിക്കുകയുള്ളൂ. സോ അത് ആ ഒരു 10 12 14 ആയാലാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. ഈ ഒരു ബ്രോക്കർ ചാർജ് പോയിട്ടായിരിക്കും നിങ്ങളുടെ പ്രോഫിറ്റ് കിട്ടുന്നത്. അത് ഒരിക്കൽ മാത്രമേ ബ്രോക്കർ ചാർജായിട്ട് അവർ ഈടാക്കത്തുള്ളൂ. സോ ഒരിക്കൽ ആ ഒരു ഒറ്റ സമയത്തേക്ക് മാത്രമേ ബ്രോക്കർ ചാർജ് ഈടാക്കുള്ളൂ, പിന്നെ അങ്ങോട്ട് ബ്രോക്കർ ചാർജ് ഇല്ല. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഫോറക്സ് ട്രേഡിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇത്ര നമുക്കൊരു ഫസ്റ്റ് സ്റ്റേജായിട്ട് കൂട്ടാം. സോ ഫോറക്സ് ട്രേഡിനെ പറ്റി നമ്മൾ രണ്ടാമതൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ഫസ്റ്റ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്ന ഇപ്പോൾ എല്ലാം ഫോറക്സ് ട്രേഡിനെ പറ്റിയാണ്. സോ എന്താണ് ഫോറക്സ് ട്രേഡ് എന്ന് അങ്ങനെ ആർക്കും വലുതായിട്ട് അറിയില്ല. അറിഞ്ഞാലും അവരിങ്ങനെ ഫ്രീ ആയിട്ട് പറഞ്ഞു തരികയില്ല. സോ വളരെ നല്ലൊരു പോസിബിലിറ്റി ഉള്ള ഒരു സംഭവമാണ് ഈ ഒരു ട്രേഡിംഗ് എന്ന് പറയുന്നത്. സോ അതിനെപ്പറ്റി ആർക്കും അങ്ങനെ വലുതായിട്ട് അറിയില്ല, അറിഞ്ഞാലും ആരും അങ്ങനെ ഫ്രീ ആയിട്ട് പറഞ്ഞു കൊടുക്കാറില്ല. സോ അതെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ എന്താണ് ഫോറക്സ് ട്രേഡെന്ന് പറ്റി. സോ നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ട് ഈ ഒരു ഫോറക്സ് ട്രേഡിനെ പറ്റിയും ചെയ്യും. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിംഗ് എന്താണെന്ന് നമ്മൾ ഈ ഒരു ചാനലിൽ ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇട്ട് ജസ്റ്റ് ചോദിക്കുക, നമ്മൾ സ്പോട്ട് റിപ്ലൈ തരും. അതിൽ നിങ്ങൾ യാതൊരു മടിയും കാണിക്കരുത്. സോ മനസ്സിലാകാതുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, നിങ്ങളുടെ അവകാശമാണ്. അത് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു തരാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. സോ എന്തായിരുന്നാലും ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു വീഡിയോ. സോ എന്തായിരുന്നാലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ഞാൻ ചോദിക്കണം, നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമൻറ്റ് ബോക്സ് ഉണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മാത്രമേ നമ്മൾ ഉറപ്പായിട്ടും പറഞ്ഞുതരാം. സോ നമ്മൾ ഓരോ പാർട്ടിൻ്റെ അല്ലെങ്കിൽ നമ്മളിട്ട് ഓരോ വീഡിയോയിലും സെക്കൻഡ് പാർട്ട് ഓൺ ദി വേ ആണ്. സോ അത് നമ്മൾ വർക്ക് പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ കുറച്ച് നമുക്കായിട്ടുള്ള കുറച്ച് പേഴ്സണൽ ഇഷ്യൂസും കാര്യങ്ങളെല്ലാം ഉണ്ട്, അതാണ് നമ്മൾ ഡിലേ ചെയ്യുന്നത്. എന്നാലും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യും. സോ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസ്. നമ്മൾ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് നല്ലപോലെ വ്യക്തമായെന്നാണ് നമ്മളൊരു വിശ്വാസം. സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഫോറക്സ് ട്രേഡിൻ്റെ പാർട്ട് 2ഉം അതേപോലെ തന്നെ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിംഗ് കുറച്ചുള്ള വീഡിയോസ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അത് മിസ്സായിരിക്കാൻ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. സോ ഇതിൽ മികച്ച നല്ല അടിപൊളി കണ്ടൻറ്റുമായിട്ട് ടൈം ഈസ് മണി എന്ന് പറഞ്ഞ ഈ ഒരു ചാനൽ നിങ്ങളുടെ മുന്നിൽ വീണ്ടും പ്രത്യക്ഷപ്പെടും. സോ വൺസ് അഗൈൻ വി ആർ ടെല്ലിങ് ടൈം ഈസ് മണി ബ്രോ.